India Republic at 76 കൊള്ളാം അല്ലേ? എന്തായാലും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാന്റോ ആണ് ഇന്ന് മുഖ്യ അതിഥിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക. തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സല്യൂട്ട് സ്വീകരിക്കും. 5000 കലാകാരന്മാരും കർത്തവ്യപഥിൽ കലാവിരുന്നിന്റെ ഭാഗമാകും. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം. സിബി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സിബി ഈ പരേഡിന് തുടക്കമാകാൻ. കാത്തിരിക്കുകയാണ് മണിക്കൂറുകൾ നീളുന്ന ആ ഒരു പരേഡിനായി. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ എത്രയോ ദിവസം മുൻപ് തന്നെ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. രാജ്യ തലസ്ഥാനം എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ വരവേൽക്കുന്നത്? ഗുഡ് മോർണിംഗ് കാവ്യ. റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ്. എന്തായാലും രാജ്യ തലസ്ഥാനം കനത്ത സുരക്ഷാ വലയത്തിൽ, അതോടൊപ്പം തന്നെ വളരെ വലിയ സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. ഈ തവണ എന്തായാലും ഭാരതം സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്ന ഒരു പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുക. ഇന്ന് രാവിലെ 9 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നതോടെ ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. പിന്നീട് രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിലേക്ക് അകമ്പടി സേനയോടെ അവർ എത്തും. അതിനുശേഷം ദ്രൗപദി മുർമു സല്യൂട്ട് സ്വീകരിക്കും. ഈ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും സാംസ്കാരിക പൈതൃകമെല്ലാം വിളിച്ചോതുന്ന പരേഡുകളും അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക എല്ലാ കൂട്ടായ്മയും ഒരുമിക്കുന്ന ഒരു വലിയ ദൃശ്യവിരുന്നാണ് കർത്തവ്യപഥിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10:30 തന്നെ കർത്തവ്യപഥിൽ ഈ സൈനിക പരേഡ് ആരംഭിക്കും. കര വ്യോമ നാവിക സേനയുടെ കരുത്തും അതോടൊപ്പം തന്നെ അഭ്യാസങ്ങളെല്ലാം തന്നെയും നിറയുന്ന ഒരു വലിയ ദൃശ്യവിരുന്ന് തന്നെയാകും ഈ ഒരു കർത്തവ്യപഥിൽ നടക്കുക. എല്ലാ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനം വളരെ വലിയ കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കർത്തവ്യപഥിന് അടുത്ത് തന്നെയാണ്. അവിടെ എല്ലാം തന്നെയും കർത്തവ്യപഥിലേക്ക് എല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് പോലീസ് എല്ലാം തന്നെയും ഇപ്പോൾ വലിയ കർശനമായ സുരക്ഷാ വലയം തീർത്തിരിക്കുന്നു. ഇന്നിപ്പോൾ അതോടൊപ്പം തന്നെ മുഖ്യ അതിഥി, ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ ആണ്. ഏറ്റവും മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന 4ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രബോവോ സുബിയാന്റോ. അതോടൊപ്പം തന്നെ ഇന്ന് ഏകദേശം 16 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളടക്കം 31ഓളം നിശ്ചല ദൃശ്യങ്ങൾ ഈ പരേഡിൽ അണിനിരക്കും. അതുകൂടാതെ ഈ ഇന്തോനേഷ്യയുടെ കരസേനയുടെ എല്ലാം തന്നെയും പരേഡുകളും ഉണ്ടാകുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടാതെ കേരളത്തെ സംബന്ധിച്ചെല്ലാം തന്നെയും അവിടുത്തെ ഈ നമ്മുടെ ആദിവാസി രാജാവ് അടക്കമെല്ലാം തന്നെയും പ്രത്യേകമായ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. നിരവധി ഭിന്നശേഷി കുട്ടികളെല്ലാം തന്നെയും ഈ ഒരു പരേഡിൽ അണിനിരക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഇത്തരത്തിൽ ഈ ഒരു പരേഡിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും കരുത്തും വിളിച്ചോതുന്ന ഒരു പരേഡ് തന്നെയായിരിക്കും ഈ ഒരു കർത്തവ്യപഥിൽ അരങ്ങേറുക. രാവിലെ 10:30 ആരംഭിച്ച് ഏകദേശം വൈകിട്ട് ഒരു 3 മണിയോടെ ഈ ചെങ്കോട്ടയിലേക്ക് എത്തിച്ചതോട് സമാപിക്കുകയും ചെയ്യും.